Dear friends, this is an old question paper. Exam conducted Kerala PSC 23/4/2015. Category code 102/2012. Question paper code 6/2015. Exam staff nurse grade 2. 2015 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സും ഡിസ്കസ് ചെയ്യാം. First question, assessment of gestational age at birth is done using options: New Ballard score, Apgar score, Baku score, Down score. Correct answer, New Ballard score. Assessment of gestational age at birth is done using New Ballard score. New Ballard score gestational age calculate ചെയ്യുന്നതാണ്. ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പ്രഗ്നൻസിയുടെ വീക്സിലാണ് ജസ്റ്റേഷണൽ വീക്ക് എന്നാണ് പറയാറ്. യൂഷ്വലി 38 to 42 വീക്സ് ആണ് നോർമലി ഒരു പ്രഗ്നന്റ് പീരീഡ്. 38 to 42 വീക്സ്. 38 വീക്സിന് മുന്നേ ഉള്ള 37 വീക്സിന് മുന്നേ ഉള്ള ആ ഒരു പീരീഡിലുള്ള ജനിക്കുന്ന കുട്ടികളെ പ്രിമച്വർ ബേബീസ് ആണ്. അത് ലെസ് ദാൻ 37 വീക്ക് ബേബി ജനിക്കുന്നവർ, ആ ഒരു ബേബിക്ക് നമുക്ക് പ്രിമച്വർ ബേബി എന്ന് പറയും. അതുപോലെ 42 വീക്സിന് എബോവ് ആണെങ്കിൽ അത് പോസ്റ്റ് മച്വർ ബേബീസ് ആയിരിക്കും. ഇനി അപ്കാർ സ്കോർ നിങ്ങൾക്ക് അറിയാം, ന്യൂ ബോൺ അസസ്മെന്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ആൻഡ് 5 minutes നമ്മൾ അസസ് ചെയ്യുന്നതാണ്. അതിനകത്ത് ആക്ടിവിറ്റി, പൾസ്, ഗ്രിമേസ്, റിഫ്ലക്സ്, ഇറിറ്റബിലിറ്റി, കളർ ഇതെല്ലാം വരുന്നതാണ്. ബാക്കു സ്കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഡിക്ഷൻ ഓഫ് നിയോനാറ്റൽ സെപ്സിസ്. നിയോനാറ്റൽ സെപ്സിസിനെ പ്രഡിക്ട് ചെയ്യുന്നതാണ് ബാക്കു സ്കോർ. ഡൗൺ സ്കോർ എന്താണ്? ഡൗൺ സ്കോർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡൗൺ സ്കോർ ആൻഡ് സിൽവർമാൻ ആൻഡേഴ്സൺ സ്കോർ, രണ്ട് സ്കോർ, ഡൗൺ സ്കോറും സിൽവർമാൻ ആൻഡേഴ്സൺ സ്കോർ ആർ ടു ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ സ്കോർസ് ടു അസസ് ദ സിവിയറിറ്റി ഓഫ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. അപ്പൊ ഇൻഫന്റിലുള്ള റെസ്പിറേറ്ററി ഡിസ്ട്രസ് അസസ് ചെയ്യുന്ന സ്കോറാണ് ഡൗൺ സ്കോർ. അതുപോലെ സിൽവർമാൻ ആൻഡേഴ്സൺ സ്കോർ. സിൽവർമാൻ ആൻഡേഴ്സൺ സ്കോർ ഈസ് ഐഡിയൽ ഫോർ പ്രീടേം ഇൻഫൻസ്. അപ്പൊ പ്രീടേം ഇൻഫൻസിന് സിൽവർമാൻ ആൻഡേഴ്സൺ സ്കോറും ഡൗൺ സ്കോർ ടേം ഇൻഫൻസിനുമാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഡൗൺ സ്കോർ ടേം ഇൻഫൻസിനും സിൽവർമാൻ ആൻഡേഴ്സൺ സ്കോർ പ്രീടേം ഇൻഫൻസിനുമാണ്. നമുക്ക് എക്സാമിന് ഇൻ ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, DME എക്സാമിന് പ്രത്യേകിച്ച്. അപ്പം there are 5 criteria ഉണ്ട്. 5 criteria ഉണ്ട് ഡൗൺ സ്കോറിൽ. റെസ്പിറേറ്ററി റേറ്റ്, റിട്രാക്ഷൻസ്, സൈനോസിസ്, എയർ എൻട്രി, ഗ്രണ്ടിങ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി റേറ്റ്, റിട്രാക്ഷൻസ്, സൈനോസിസ്, എയർ എൻട്രി, ഗ്രണ്ടിങ്. റിട്രാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ആസ്മയൊക്കെ ഉള്ള രോഗികൾ ഇങ്ങനെ നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗത്തും ഈ റിബ്സിന്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരു കുഴി പോലെ വരും. അവരുടെ ശ്വാസം ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു കുഴി പോലെ വരും. ചില കുട്ടികളൊക്കെ കാണാറുണ്ട് നമ്മൾ, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉള്ള കണ്ടീഷനിൽ. അതാണ് റിട്രാക്ഷൻസ്. ഗ്രണ്ടിങ് എന്ന് പറയുമ്പോൾ എക്സേൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിത്തമിക് സൗണ്ട് ആണ്. യൂഷ്വലി എക്സേൽ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ആണ് ഗ്രണ്ടിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സെൻസിറ്റീവ് ബേസിക് സ്ക്രീനിങ് ടെക്നിക് ഫോർ ഇയർലി ഡിറ്റക്ഷൻ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഈസ് ഓപ്ഷൻസ്: ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, തെർമോഗ്രാഫി, ചെസ്റ്റ് എക്സ്റേ, മാമോഗ്രാഫി. കറക്റ്റ് ആൻസർ മാമോഗ്രാഫി ആണ്. മാമോഗ്രാഫി ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ബേസിക് സ്ക്രീനിങ് ടെക്നിക് ഫോർ ഇയർലി ഡിറ്റക്ഷൻ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. മാമോഗ്രാഫിയാണ്. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം. തെർമോഗ്രാഫി ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ചിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് തെർമോഗ്രാഫി. അതിൽ ബ്ലഡ് വെസൽസിൻ്റെയും ടിഷ്യൂസിൻ്റെയും ഒക്കെ അബ്നോർമാലിറ്റി അറിയാൻ സാധിക്കും. Mammography is the process of using low energy X-rays to examine the human breast for diagnosis and screening. The goal of mammography is the early detection of breast cancer. Next question, carelessness or negligence by a professional person. Options: misuse, malpractice, assault, battery. Carelessness or negligence by a professional person, that is malpractice ആണ് correct answer. ഒരു പ്രൊഫഷണൽ പേഴ്സൺ നെഗ്ലിജൻസ് ചെയ്യുകയാണെങ്കിൽ അത് മാൽപ്രാക്ടീസ് ആണ്.
ഒരു നേഴ്സ് സൈഡ് റൈസ് ഇടാൻ മറന്നുപോയി, പേഷ്യന്റ് വീണു, ഹാംഫുൾ കണ്ടീഷനിലേക്ക് വന്നു. അതൊരു മാൽ പ്രാക്ടീസ് ആണ്. കാരണം നേഴ്സ് ഒരു പ്രൊഫഷണൽ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അസാൾട്ട്, എന്താണ് ബാറ്ററി എന്ന് നോക്കാം. അസാൾട്ട് ഈസ് ആൻ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് എ ബാറ്ററി അറ്റംപ്റ്റ് ഓർ ത്രെട്ട്. അസാൾട്ട് എന്ന് സാധാരണ പറയുമ്പോൾ ഇറ്റ് ഈസ് എ വയലൻസ് അഗൈൻസ്റ്റ് അനദർ പേഴ്സൺ. നമ്മൾ മെഡിക്കലി പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ്. ഇപ്പൊ ഒരാളെ വഴക്ക് പറയുക, ഒരാളെ അടിക്കാൻ വരിക, അതിനൊക്കെ നമുക്ക് അസാൾട്ട് എന്ന് പറയാം. ബാറ്ററി ഈസ് കംപ്ലീറ്റ് അസോൾട്ട്. ഫിസിക്കൽ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി എന്ന് പറയാം. ഇഞ്ചുറി ഈസ് നോട്ട് നെസസറി. ഇഞ്ചുറി വേണമെന്നില്ല. അപ്പൊ ഒരു കൺസെന്റ് എടുക്കാതെ, ഇൻഫോംഡ് കൺസെന്റ് എടുക്കാതെ ഒരു പേഷ്യന്റിനെ തൊട്ട് കഴിഞ്ഞാൽ അത് ഒരു ബാറ്ററി ആയിട്ട് കണക്കാക്കാം. ചിലപ്പോൾ ചോദിക്കാം, ഇൻഫോംഡ് കൺസെന്റ് ഇല്ലാതെ ഒരു പേഷ്യന്റിനെ സ്യൂച്ചറിങ് ചെയ്തു, അത് ഒരുപക്ഷെ ഒരു ബാറ്ററി ആയിട്ട് കണക്കാക്കാം. Next question, a sleep disorder where undesirable behavior occur during sleep. Options: insomnia, narcolepsy, hypersomnia, parasomnia. Correct answer: parasomnia. Parasomnia is the sleep disorder where undesirable behavior occur during sleep. Insomnia എന്ന് പറയുമ്പോൾ there is no adequate sleep or no sleep. Narcolepsy, that is excessive daytime sleepiness. സ്ലീപ്പ് അറ്റാക്ക് എന്നൊക്കെ പറയും. പെട്ടെന്ന് സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ. സ്ലീപ്പ് അറ്റാക്ക് ആണ് നാർക്കോലെപ്സി. ഹൈപ്പർസോപ്നിയ എന്ന് പറയുമ്പോൾ എക്സസീവ് ഡേ ടൈം സ്ലീപ്നെസ്, ഭയങ്കര ഉറക്കം വരുന്നു, പക്ഷെ സ്ലീപ്പ് അറ്റാക്ക് എന്ന് പറയില്ല. സ്ലീപ്പ് അറ്റാക്ക് എന്ന് പറയുന്നത് നാർക്കോലെപ്സി ആണ്. നോക്കാം. ഇഫ് യു ഹാവ് പാരസോംനിയ, യു മൈറ്റ് ഹാവ് അബ്നോർമൽ movements, talk, express emotions or do unusual things in sleep. പാരസോംനിയ ഉള്ള ആളുകളിൽ അബ്നോർമൽ മൂവ്മെന്റ് ഉണ്ടാവും, സംസാരം ഉണ്ടാവും, എന്തെങ്കിലും എമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യും. ഇതൊക്കെ സാധാരണ ഉറക്കത്തിൽ കാണുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the best time to initiate folic acid in order to prevent congenital malformations. Options: during first trimester, during second trimester, before conception, third trimester. Correct answer: before conception. സാധാരണ കൺസെപ്ഷന് ഒരു മാസം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നേ നമുക്ക് ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാം. 400 മൈക്രോഗ്രാം ഡെയിലി വെച്ചാണ് ഫോളിക് ആസിഡ് നമ്മൾ കഴിക്കേണ്ടത്. അതിന്റെ കൂടെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാനുള്ള അഡ്വൈസ് കൊടുക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രിവെന്റ് കൺജനിറ്റൽ മാൽഫോർമേഷൻസ്. Next question, the last cardinal movement of fetal head during normal labor. Options: internal rotation, engagement, extension, external rotation. Correct answer: external rotation. The last cardinal movement of fetal head, that is external rotation. External rotation ആണ് last cardinal movement. ഏതൊക്കെയാണ് cardinal movement? Engagement, descent, flexion, internal rotation, extension, external rotation or restitution. External rotation മറ്റൊരു പേരാണ് restitution and expulsion. Expulsion അല്ല cardinal movement ലാസ്റ്റ് ആയിട്ട് വരുന്ന external rotation ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. എൻഗേജ്മെന്റ്, ഡിസെന്റ്, ഫ്ലെക്ഷൻ, ഇന്റേണൽ റൊട്ടേഷൻ, എക്സ്റ്റൻഷൻ, എക്സ്റ്റേണൽ റൊട്ടേഷൻ ഓർ റെസ്റ്റിറ്റ്യൂഷൻ. എക്സ്റ്റേണൽ റൊട്ടേഷന്റെ മറ്റൊരു പേരാണ് റെസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എക്സ്പെൽഷൻ. ഇത്രയും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐസോട്ടോണിക് സൊല്യൂഷൻ ഏതാണ്? 0.9% സോഡിയം ക്ലോറൈഡ്, 0.45% സോഡിയം ക്ലോറൈഡ്, 10% ഡെക്സ്ട്രോസ്, 25% ഡെക്സ്ട്രോസ്. ഈ ഒരു ഓപ്ഷനിൽ ഐസോട്ടോണിക് സൊല്യൂഷൻ ആയിട്ടുള്ളത് 0.9% സോഡിയം ക്ലോറൈഡ് ആണ്. അതുപോലെ റിംഗർ ലാക്ടേറ്റ് ഒരു ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ്. റിംഗർ ലാക്ടേറ്റും 0.9% സോഡിയം ക്ലോറൈഡും ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ്. Next question, pentavalent vaccines prevents. Pentavalent vaccine prevents 5 major diseases. Pentavalent vaccines prevents 5 major diseases. അതൊക്കെയാണ് diphtheria, pertussis, tetanus, hepatitis B, hemophilus influenza B. ഇത്രയും രോഗങ്ങളെ ചെറുക്കുന്നു. ഏതൊക്കെയാണ്? diphtheria, pertussis. Pertussisന്റെ മറ്റൊരു പേരാണ് whooping cough. Tetanus, hepatitis B, hemophilus influenza type B.
Next question. The acceptable range of normal adult body mass index. Correct answer ഞാൻ വായിക്കാം. 18.5 to 24.9 kilogram per meter square. The acceptable range of adult body mass index എത്രയാണ്? 18.5 തൊട്ട് 24.9 വരെയാണ്. ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. BMI നോക്കാം, വെയിറ്റ് സ്റ്റാറ്റസും കൂടെ നോക്കുമ്പോൾ ബിലോ 18.5 അണ്ടർ വെയിറ്റ് ആണ്. ബിലോ 18.5 അണ്ടർ വെയിറ്റ്, 18.5 to 24.9 നോർമൽ, 25 to 29.9 ഓവർ വെയിറ്റ്, 30 and above obese. Next question. The process of securing applicants to fill vacant posts. Options: recruitment, assignment, delegation, orientation. The process of securing applicants to fill vacant posts, that is recruitment. Recruitment is the correct answer. Next question. High flow oxygen therapy is contraindicated in COPD patients because they have options: high PaO2, high PaCO2, low PaCO2, low HCO3. Correct answer: high PaCO2, partial pressure of carbon dioxide. So high flow oxygen therapy is contraindicated in COPD patients because of high partial pressure of carbon dioxide. The clinical features of oxygen toxicity are due to high carbon dioxide content in the blood. That is hypercapnia. Hypercapniയുടെ മറ്റൊരു പേരാണ് high carbon dioxide in the blood. Lower oxygen levels were effective in correcting hypoxemic respiratory failure and reducing hypercapnia, leading to a reduced amount of oxygen consumption. Next question. The characteristic feature of Braxton Hicks contraction. Options: fundal dominance, retraction, absence of pain, cervical dilatation. Correct answer: absence of pain. Absence of pain. The characteristic feature of Braxton Hicks contraction, that is absence of pain. Braxton Hicks contraction എന്ന് പറയുന്നത് ഒരു ഫാൾസ് ലേബർ പെയിനെ നമുക്ക് Braxton Hicks contraction എന്ന് പറയാം. ഫാൾസ് ലേബർ പെയിനും ഉണ്ട്, ട്രൂ ലേബർ പെയിനും ഉണ്ട്. Braxton Hicks contraction ഫാൾസ് ലേബർ പെയിൻ ആണ്. ഒരു മൈൽഡ് മെൻസ്ട്രൽ ക്രാംസ് പോലെയൊക്കെ തോന്നുള്ളൂ, വേദന ഉണ്ടാവില്ല, ബട്ട് ഇറ്റ് മേ ബി ഡിസ്റ്റർബ്ഡ്. Braxton Hicks contraction ഒരു മെൻസ്ട്രൽ ക്രാംസ് പോലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. Braxton Hicks contractions are also known as prodromal or false labor pain, are contractions of the uterus. Braxton Hicks contractions feel like muscle tightening across your belly. The contractions come irregularly and usually last about 30 seconds. 30 seconds മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. ക്വിക്കനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെന്റ് ഫെൽറ്റ് ബൈ ദ മദർ ആണ്. 16 വീക്സ് ഓഫ് ജസ്റ്റേഷനിൽ അതിനുശേഷമോ കാണാവുന്ന ഒരു പ്രോസസ്സാണ് ക്വിക്കനിങ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെന്റ് ഫെൽറ്റ് ബൈ ദ മദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രോബെറി ടങ് ഈസ് ക്യാരക്ടറൈസ്ഡ് ഓഫ് ഓപ്ഷൻസ്: ടെറ്റനസ്, leptospirosis, tuberculosis, Kawasaki disease. Correct answer: Kawasaki disease. Strawberry tongue is characteristic of Kawasaki disease. Strawberry tongue is most commonly seen in children in association with scarlet fever or Kawasaki disease. Scarlet fever ലും Kawasaki disease ലും കാണുന്നതാണ് strawberry tongue. Can be present with other group A streptococcus strep infection. Streptococcus infectionലും ഒരു strawberry tongue കാണാറുണ്ട്. Kawasaki disease, a condition that cause inflammation in the walls of some blood vessels in the body. നമ്മുടെ ചില ബ്ലഡ് വെസൽസിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് Kawasaki disease. Bacteria called group A streptococcus or group A strep cause scarlet fever. Scarlet fever ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? Group A streptococcus. The bacteria sometimes make a poison or toxins which cause a rash, scarlet fever. ആ ബാക്ടീരിയ ഉണ്ടാക്കുന്ന പോയിസൺ ആണ് നമുക്ക് റാഷ് ഉണ്ടാക്കുന്നത്. Next question.
typical finding in anaphylactic shock. Options: anuria, tachycardia, wheeze, hypertension. Correct answer: wheeze. Wheeze is the typical finding in anaphylactic shock. Anaphylactic shock is a severe, potentially life-threatening allergic reaction. The reaction can occur within some seconds or minutes of exposure to an allergen. Some symptoms include skin rashes, itching or hives, swelling of the lips, tongue or throat, shortness of breath, trouble breathing or wheezing, whistling sound during breathing, that is wheezing. So നമുക്കറിയാം അനഫിലറ്റിക് ഷോക്ക് എന്ന് പറയുന്ന ഒരു എമർജൻസി കണ്ടീഷൻ ആണ്. After exposing to an allergen, maybe food or any other type of insects or any other environmental factors, chemicals, drugs, so that cause immediate problems to the patient, so urgent care is needed. Next question: the year in which the National Rural Health Mission was launched. Options: 2005, 2000, 2003, 2008. Correct answer: 2005. 2005 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഏത് വർഷമാണ്? 2005. In 12th April 2005. അതോടെ ഓർക്കണം, 12th April 2005 നാഷണൽ ഹെൽത്ത് മിഷൻ ലോഞ്ച് ചെയ്തത്. To provide accessible, affordable and quality health care to the rural population, especially the vulnerable group. ഇത്രയാണ് ഈ ഒരു വീഡിയോ. നമ്മൾ previous 15 questions explained. Please share this video to your friends. Thank you. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Hello friends, thank you for subscribing NurseQN channel. Your likes and subscriptions inspiring me to make more quality nursing related videos. If you not subscribe NurseQN channel, please subscribe and join with us.